കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു വിശുദ്ധ ദിവസം കൂടെ സൺഡേ സ്കൂളായി കൂടി വരുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. നവംബർ മാസം 2-ാം ഞായറാഴ്ചയായ ഇന്ന് ഐക്യ ഞായറാഴ്ചയായി ആചരിക്കപ്പെടുകയാണല്ലോ. സഭകൾ തമ്മിലുള്ള ഐക്യം ഇന്ന് വളരെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സഭകൾ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റൻ്റ് സഭയുമായി വിഭജിച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ഒന്നിച്ചു കൂടി വരുവാനുമുള്ള സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഐക്യത്തിനായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി CSI, CNI, മാർത്തോമാ സഭകൾ തമ്മിൽ ഐക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സഭകളും ഈ ഐക്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടുന്നത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നാം എല്ലാവരും ഐക്യത്തിൻ്റെ വാഹകരായി തീരുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് സഭയിൽ ഭിന്നതകളും പ്രശ്നങ്ങളും വഴക്കുകളും നിലനിൽക്കുമ്പോൾ ഐക്യത്തിൻ്റെ ദൂത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ, ഐക്യത്തിൻ്റെ വാഹകരായി തീരുവാൻ നമുക്ക് ശ്രമിക്കേണ്ടതാണ്. ഈ ദിനം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളായി കൂടി വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഭവനങ്ങളിലിരുന്ന് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപയും കൂടെയിരുന്ന് പരിപാലിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴിനിർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യത്താൽ ഓരോരുത്തരെയും വഴി നടത്തണമെന്ന് മശിഹ മൂലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാസ്തിയാമല്ലോ എന്റെ ക്രിസ്തുവൽ പ്രായമലരെ ചത്തുകൊണ്ടല്ലോ, എന്റെ ക്രിസ്തുവൽ പ്രായമലരെ ചത്തുകൊണ്ടല്ലോ. ചിത്തത്തിനാനന്ദമരുളും ഭക്തവാദറ്റും നിത്യകാവനായിരുന്നു കാത്തുകൊള്ളും ഞാൻ, എന്റെ നിത്യകാവനായിരുന്നു കാത്തുകൊള്ളും ഞാൻ. ക്രിസ്തു എന്ന അപേക്ഷ കേൾക്കും, ക്രിസ്തു സ്നേഹിക്കും എന്നെ. ക്രിസ്തു എൻ പാപം ചുമന്നു മൃത്യുവേക്കുന്നു എന്നെ. ക്രിസ്തു എൻ പാപം ചുമന്നു മൃത്യുവേക്കുന്നു. യേശു എൻ കൈയെ പിടിച്ചു നാശമില്ലാത്ത നല്ല ദേശമാതീനു നടത്തും, നാശമൊഴിക്കും നല്ല ദേശമാതീനു നടത്തും, നാശമൊഴിക്കും. അക്ഷയാനന്ദപ്രദാനം മോക്ഷരാജ്യത്തിൽ എന്റെ രക്ഷിതാവേ സുപ്രമോദം വീക്ഷണം ചെയ്യാം, എന്റെ രക്ഷിതാവേ സുപ്രമോദം വീക്ഷണം ചെയ്യാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു.
ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ശാരോനിലെ പനിതീർ പുഷ്പത്തിന് തുല്യൻ. അരുണോദയത്തിലെ പ്രകാശവും അസ്തമയ സമയത്തിലുള്ള നിശബ്ദതയും ചന്ദ്രൻ്റെ നിർമ്മല ശോഭയും തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ പ്രഭയും അങ്ങയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. നീലവർണ്ണമുള്ള ആകാശവിതാനത്തിൽ പല വർണ്ണങ്ങളുള്ള മഴവിൽ അങ്ങ് സ്ഥാപിച്ചു. ഞങ്ങളുടെ പാദങ്ങളുടെ കീഴെ പച്ചപ്പുൽപ്പുറങ്ങളെ തന്നു. വൃക്ഷക്കൊമ്പുകളിൽ പക്ഷികൾ പാടുന്നു, ഇലകൾ ആടുന്നു. കർത്താവെ, പ്രപഞ്ചത്തിൻ്റെ ഈ മനോഹാരിതയിൽ അങ്ങയുടെ മുഖശോഭ കണ്ട് തൃപ്തരാകുവാനും തിരുസന്നിധിയിൽ ആനന്ദത്തോടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെ വന്ദിച്ച് അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുന്നു. ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, നമുക്ക് നമ്മുടെ കുറവുകളെ പാപങ്ങളെയും ദൈവത്തോട് ഏറ്റുപറയാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ദൈവമേ സൗഖ്യമാക്കണമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് പ്രതിവാക്യമായി പറയണം. ദൈവമേ സൗഖ്യമാക്കണമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന്. ദൈവമേ, മനസ്സോടും മനസ്സുകൂടാതെയും അറിഞ്ഞുകൊണ്ടും അറിയാതെയും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യാതെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ജീവിച്ചു. ഇതുമൂലം അങ്ങയുടെ നാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും വരുത്തിയിരിക്കുന്നു. ദൈവമേ സൗഖ്യമാക്കണമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവമേ, അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ അങ്ങയുടെ മക്കൾ എന്നവകാശപ്പെടുന്ന ഞങ്ങൾ പലരെയും വെറുക്കുന്നു. ഞങ്ങൾ മുൻവിധികളും തന്നിഷ്ടവും ക്ഷമിക്കാൻ കഴിയാത്ത വിരോധവും വെച്ചു പുലർത്തുന്നു. ഇത് അങ്ങയുടെ സ്നേഹത്തിന് ചേരാത്തതാണെന്ന് ഞങ്ങൾ അറിയുകയും അവയെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നു. ദൈവമേ സൗഖ്യമാക്കണമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവമേ, സഹായമറ്റവരും രോഗികളും മാറാവ്യാധി പിടിച്ചവരും ഞങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിലും ഞങ്ങൾ അവരെ അന്വേഷിക്കുകയോ കരുതുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുന്ന് പരമവൈദ്യനും മഹാദയാലുവുമായ കർത്താവാകുന്നു എന്നറിഞ്ഞിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ല എന്ന് ഏറ്റുപറയുന്നു. ദൈവമേ സൗഖ്യമാക്കണമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവമേ, അനാഥരും വിധവമാരും പീഡ അനുഭവിക്കുന്നവരും വൃദ്ധജനങ്ങളുമായി ആശ്രയം മറ്റ അനേകർ ഞങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിലും അവരെ കരുതുവാനും പരിചരിക്കുവാനും കഴിയാത്തത് ഞങ്ങളുടെ കുറ്റമാകുന്നുവെന്ന് ഏറ്റുപറയുന്നു. ദൈവമേ സൗഖ്യമാക്കണമേ, ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും ഞങ്ങളെക്കാൾ പ്രായമുള്ളവരെയും അനുസരിക്കാതെയും ആദരിക്കാതെയും അങ്ങയുടെ ഹിതത്തിന് വിരോധമായി പ്രവർത്തിച്ചത് ഞങ്ങളുടെ കുറവെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമേ സൗഖ്യമാക്കണമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുകയും പാപങ്ങളെ ക്ഷമിക്കുകയും അനുദപിക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ അസൗഖ്യമാക്കി ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 17 വരെ. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനോവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പലുണ്ട്
കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തരും താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാണ്ടിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കൂ എന്ന് പറഞ്ഞു. അനന്തരം അവർ, വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിട്ട് എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരനെന്ന് ചോദിച്ചു. അതിനവർ അവരോട്, ഞാനൊരു എബ്രായർ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയുടെ ഞാൻ ഭജിക്കുന്നു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്, നീ എന്തിന് എന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേലധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവർ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകെ തണ്ടു വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവൻ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്തു സമുദ്രത്തിലിട്ട് കളയും. സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഇങ്ങനെ ഇവിടെ പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 92 സങ്കീർത്തനം വാക്യമായി വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ, നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 തമ്മിലുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢനത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മങ്ങളെ കുറിച്ചും കേട്ട് രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരില്ലവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശ്വാസ പ്രഖ്യാപനം. ഓരോ വിശ്വാസ പ്രഖ്യാപനത്തിനും പിന്നാലെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രതിവാക്യം പറയുക. ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവായ ദൈവമേ, മനോഹരമായ ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സകല ചരാചരങ്ങളെയും വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെയും സൃഷ്ടിച്ചത് അവിടുന്നാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രനായ ദൈവമേ, ഞങ്ങളുടെ പാപപരിഹാരത്തിനായി അവിടുന്ന് മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചു എന്നും അങ്ങയുടെ മരണത്താൽ പാപമോചനവും ഉയർത്തെഴുന്നേൽപ്പിനാലും സ്വർഗാരോഹണത്തിനാലും നിത്യജീവനും ഞങ്ങളെ അവകാശമാക്കിയെന്നും അവിടുന്ന് വീണ്ടും വന്നു നിത്യരാജ്യത്തിൽ ഞങ്ങളെ ചേർക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ എന്നും വസിക്കേണ്ടതിനും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
ബോധ്യപ്പെടുത്തേണ്ടതിനും അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നു എന്നും ഈ ലോകത്തിൽ കളങ്കമില്ലാത്തവരായി ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സന്തോഷത്തിനും അനുഗ്രഹത്തിനുമായി സഹവിശ്വാസികളെയും ശുശ്രൂഷിക്കുന്നതിന് ബിഷപ്പിനെയും പട്ടക്കാരെയും ഉപദേശകന്മാരെയും തന്നു എന്നും സഭയുടെ സക്രമെന്തുകൾ മൂലം ക്രിസ്തീയ ജീവിതം ഫലകരമാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് സ്നാനത്തിൽ കൂടെ ദൈവമക്കളായി തീരുവാനും കർത്താവിൻ്റെ അത്താഴത്തിൽ കൂടെ കൃപ പൂർണ്ണമായി അനുഭവിപ്പാൻ സാധിക്കുമെന്നും കർത്താവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ കൂടെ നിത്യജീവന് അവകാശികളായി തീരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കർത്താവെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അങ്ങയുടെ ദാനമാണെന്നറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളും ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നവരും അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്ന സകല മനുഷ്യരും അങ്ങ് നൽകുന്ന രക്ഷയുടെ സന്തോഷം ദിനംതോറും അനുഭവിപ്പാൻ കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കാതിരിക്കുന്നവരും ഞങ്ങൾ അറിയുന്ന സത്യം അറിയാതിരിക്കുന്നവരും അങ്ങയുടെ രക്ഷയെ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അധ്വാനിക്കുന്ന എല്ലാ മിഷണറിമാരെയും അങ്ങയുടെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിയെയും പട്ടക്കാരെയും സഭാപ്രവർത്തകരെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരങ്ങളെയും അധ്യാപകരെയും ഞങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തോടും വിവേകത്തോടും ജനങ്ങളുടെ ക്ഷേമാഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുവാനും സ്നേഹത്തിലും സമാധാനത്തിലും ജനങ്ങൾക്ക് ജീവിക്കുവാനുമുള്ള സാഹചര്യം ഒരുക്കുവാനും അവരെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ.
കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടും നീതി നിഷേധിക്കപ്പെട്ടവരും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്തവരും ചൂഷണം ചെയ്യപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമായ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. മാന്യതയോടും ആരോഗ്യത്തോടും ജീവിപ്പാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവർക്കും നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കർത്താവെ, എല്ലാ അനാഥാലയങ്ങളെയും ആതുരാലയങ്ങളെയും വൃദ്ധസദനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പകർച്ചവ്യാധികളാലും തീരാവ്യാധികളാലും കഷ്ടപ്പെടുന്നവരെയും അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. COVID-19 മഹാവ്യാധിയാൽ ലോകമെങ്ങും കഷ്ടമനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവർക്കും കർത്താവെ സൗഖ്യവും സമാധാനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ചികിത്സിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനായി നടക്കുന്ന ക്ലാസ്സുകളെ നമുക്ക് ഓർക്കാം. ക്ലാസ്സുകൾ നയിച്ച എല്ലാ അധ്യാപകരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അധ്യയന വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ കർത്താവെ, ഭക്തിയും സ്ഥിരതയുമുള്ള ഹൃദയങ്ങളോട് കൂടെ അങ്ങയെ സേവിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. കണക്ക് നോക്കാതെ കൊടുപ്പാനും മുറിവുകളെ ഗണ്യമാക്കാതെ പോരാടുവാനും സ്വസ്ഥതയ്ക്കായി കാംക്ഷിക്കാതെ അധ്വാനിപ്പാനും കർത്താവായ ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നു എന്നറിയുന്നതൊഴികെ മറ്റൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ. എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിച്ച് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് സുരക്ഷിതമായിട്ടിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 29-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെയാണ്. അപ്പോൾ എല്ലാവരും ബൈബിൾ എടുത്ത് അവിടെ ഒന്ന് നോക്കിക്കേ. ഞാനത് വായിക്കാം. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃശ്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം എന്നാണ്. നമുക്ക് അനേകം കൂട്ടുകാരുണ്ട്. നമ്മുടെ സ്കൂളിൽ ഒത്തിരി കൂട്ടുകാരുണ്ട്. സൺഡേ സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. അതുപോലെ VBSന് വരുമ്പോൾ സൺഡേ സ്കൂളിന് പുറത്തു നിന്ന് ഒരുപാട് മറ്റു കൂട്ടുകാർ വരും. അങ്ങനെ കുറേ കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളുടെ അടുത്ത് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. പക്ഷേ ഇവരിൽ ആരൊക്കെയാണ് ഒരു ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ ആപത്ത് വരുമ്പോൾ നാം എത്രമാത്രം അവരോടൊപ്പം നിൽക്കും എന്നതും വളരെ പ്രധാനമാണ്. ഈ വേദഭാഗത്ത് നോക്കുമ്പോൾ ഒരുവൻ യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് വരുമ്പോൾ അവനെ കള്ളന്മാർ ആക്രമിച്ച് അവനെ പാതി ജീവൻ അവനെ ആക്രമിച്ച് അവനെ തീരെ വയ്യായികയായി അവനെ അവശ നിലയിൽ ഇട്ടേച്ചു പോയി. അപ്പോൾ അതുവഴി ഒരു പുരോഹിതൻ കടന്നുപോയി, ഒരു ലേവ്യനും കടന്നുപോയി. പക്ഷെ ഇവരാരും ആ ക്ഷീണിതനായി കിടക്കുന്ന മനുഷ്യനെ രക്ഷിച്ചില്ല. എന്നാൽ അതുവഴി ഒരു ശമര്യക്കാരൻ വന്നു. നമ്മൾ ആ ശമര്യക്കാരനെ പോലെ മുറിവേറ്റ് കിടക്കുന്ന കൂട്ടുകാരനെ എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി
ശുശ്രൂഷിക്കണമെന്നാണ് യേശു കർത്താവ് നമ്മളോട് പറയുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുകയും തന്നെ വേണം. പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവനെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവന് വീണ്ടും യാത്ര തുടരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ശമര്യക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു നമ്മളോട് പറയുന്നത് അതുതന്നെയാണ്. നമുക്ക് നമ്മളുടെ ഒരുപാട് കൂട്ടുകാർ ഉണ്ട്. ആ കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താതെ, അവരെ തളർത്താതെ, അവരുടെ കൂടെ നിന്ന് അവരുടെ വിഷമത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ അവരുടെ സന്തോഷത്തിൽ അവരോട് കൂടെ സന്തോഷിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ കൂട്ടുകാരന് ഒരു പ്രയാസം വരുമ്പോൾ അവനെ കളിയാക്കുകയും അവന് സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ നല്ലത് വരുമ്പോൾ മാറുന്ന അസൂയപ്പെടുകയും ചെയ്യരുത് എന്നാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് മറ്റൊരു കാര്യവും യേശു കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നാം നമ്മുടെ കർത്താവിനെ അറിഞ്ഞതുപോലെ നമ്മുടെ കൂട്ടുകാരനും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെ അടുത്ത് യേശു കർത്താവിനെക്കുറിച്ചും യേശു കർത്താവ് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ത്യാഗത്തിൻ്റെ കഥയും മറ്റുള്ളവരോട് പറഞ്ഞ് യേശു കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യവും നമ്മൾ ഏൽപ്പിച്ചു തന്നിട്ടാണ് യേശു കർത്താവ് ഈ വേദഭാഗത്ത് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നാം നമ്മുടെ കൂട്ടുകാരെ നല്ലപോലെ പരിചരിക്കണം. അതുപോലെ തന്നെ യേശു കർത്താവിനെ അറിയാത്ത സുഹൃത്തുക്കൾക്ക് യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും യേശു കർത്താവിനെ അവരുടെ ജീവിതത്തിൽ സ്വീകരിപ്പാനും അതുപോലെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാനും അവർക്ക് ഇടയാകും. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം ധന്യമാക്കിയെടുക്കുവാൻ എല്ലാ കൂട്ടുകാർക്കും ഇടയാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ഞാൻ ആശംസിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജന്മനാൾ കൊണ്ടാടുന്ന ജൂബി ബിജുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവെ, ജന്മനാളിനെ കൊണ്ടാടുന്ന നിൻ്റെ ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം നല്ല എബനേസറായി കൂടെ ഇരുന്ന് കാത്തു പരിപാലിച്ച നിൻ്റെ ദയ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പുതുവത്സരത്തിൽ നിൻ്റെ മകളെ നിൻ്റെ കൃപയിൽ കാത്തു സൂക്ഷിക്കണമേ. പുതിയ തീരുമാനത്തോടും പുതിയ പ്രതീക്ഷയോടും കൂടെ തുടർന്നും അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ഈ പുതുവർഷത്തിൽ ഓരോ നിമിഷവും അവിടുന്ന് തന്നെ കൂടെ ഇരുന്ന് ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ആരോഗ്യത്തോടും കൂടെ വളരുവാനും തൻ്റെ ആയുഷ്കാലം മുഴുവനും ഒരു ഉത്തമ സാക്ഷിയായി ജീവിപ്പാനും സ്വർഗം കൃപ ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ ഉത്തരമല്ലണമേ. ആമേൻ. ഹാപ്പി ബർത്ത്ഡേ ജൂബി, happy birthday to you, happy birthday, happy birthday, happy birthday Jubi, may God bless you Jubi. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.